ഫോർത്ത് സെമസ്റ്ററിലെ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ 2-ലെ എക്സാം പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. 1 വേർഡ് തൊട്ട് എല്ലാ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസേഴ്സാണ് ഞാൻ ഈ ഓഡിയോക്കകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 3 ഇയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ആരെയാണ് പേട്രൺ സെയിൻറ്റ് ഓഫ് മ്യൂസിക് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്? സെയിൻറ്റ് സിസീലിയെ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദ ലവർ എ ബാലഡ് എന്നുള്ള ഈ ഒരു പോയം, അതായത് ഈ പോയത്തിനകത്ത് ഉള്ള ഏത് റോമൻ പോയിറ്റിനെയാണ്, അതായത് ഈ പോയത്തിനകത്തൊരു റോമൻ പോയിറ്റിനെ കുറിച്ചുള്ളൊരു റെഫറൻസ് ഉണ്ട്. അത് ഏത് പോയിറ്റാണെന്ന് വെച്ചാൽ ഹൊറസ് ആണ്, HORACE. അദ്ദേഹം ഒരു റോമൻ പോയിറ്റാണ്. ഷീ സ്റ്റൂപ്സ് ടു കോൺക്വറിൻ്റെ സബ് ടൈറ്റിൽ എന്താണ്? ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ആ ക്വസ്റ്റ്യൻ. ദ മിസ്റ്റേക്സ് ഓഫ് എ നൈറ്റ് എന്നാണ് അതിൻ്റെ സബ് ടൈറ്റിൽ വരുന്നത്. ഇനി എലിജി എന്ന് പറയുന്നത് എന്താണ്? പോം ഡെഡിക്കേറ്റഡ് ടു ദ ഡെഡ് പീപ്പിൾ. ഓക്കെ, ഒരു മോൺഫുൾ പോം എന്ന് പറയാം, MOURNFUL. പിന്നെ സ്പെക്ടേറ്റർ ക്ലബിലെ സക്സസ്ഫുൾ മേർച്ചൻ്റ് ആരാണ്? സർ ആൻഡ്രൂ ഫ്രീപോർട്ടാണ്. ബ്ലേക്കിൻ്റെ പോയമായിട്ടുള്ള ദ ടൈഗർ, അത് ഈ ഒരു പോം ടേക്ക് പ്ലേസ് ചെയ്യുന്നത് എവിടെയാണ്? നൈറ്റിൽ, ഫോറസ്റ്റിലാണ്, രാത്രിയിൽ ഒരു ഫോറസ്റ്റിലാണ് ഈ ഒരു ടൈഗറിൻ്റെ ക്രിയേഷൻ അല്ലെങ്കിൽ ഈ ഒരു ബ്ലേക്കിൻ്റെ പോം ഹാപ്പൻ ചെയ്യുന്നത്. ഇനി കിറ്റൻ്റെ ഗ്രേസ്ഫുൾ ആക്ട് ഉണ്ടല്ലോ, നമ്മുടെ കിറ്റൻ്റെ ഒരു പോം ഉണ്ടല്ലോ, കിറ്റൺ ഇങ്ങനെ പ്ലേ ചെയ്യുന്ന അത് ശരിക്കും പറഞ്ഞാൽ ആരുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? ആ കിറ്റൻ്റെ ആ ഒരു ഗ്രേസ്ഫുൾ ആക്ട് അല്ലെങ്കിൽ കിറ്റൻ്റെ മൂവ്മെൻറ്റ്സ് ആരുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? ഒരു ഇന്ത്യൻ ഡാൻസറുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. റെവറി എന്ന് വെച്ചാൽ എന്താണ്? ഡേ ഡ്രീമിനെയാണ് നമ്മൾ റെവറി എന്ന് പറയുന്നത്. പിന്നെ ഈ നെപ്റ്റ്യൂൺ ടൈമിങ് എ സീ ഹോഴ്സ്, അതിൻ്റെ സ്കൾപ്ചർ ആരാണ്? ബാർത്തലോമിയ അമ്മമനാറ്റിയാണ്. ഓക്കെ, R.L. സ്റ്റീവൻസൺ, അക്കോർഡിംഗ് ടു R.L. സ്റ്റീവൻസൺ, വാക്കിംഗ് ടൂർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഒറ്റയ്ക്ക് നടത്തണമെന്ന് പറയുന്നത്? ബിക്കോസ് സോളിറ്റ്യൂഡാണ് ഈ വാക്കിംഗ്, നമ്മൾ നടക്കുമ്പോൾ അതിൻ്റെ എസൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈവനിങ് വാക്കിന് പോകുമ്പോൾ അല്ലെങ്കിൽ എന്ത് വാക്കിന് പോയാലും സോളിറ്റ്യൂഡാണ് അതിൻ്റെ മെയിൻ എസൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഒറ്റയ്ക്ക് നടക്കണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡയാപേസർ എന്ന് വെച്ചാൽ എന്താണ്? മ്യൂസിക്കൽ ടോണിൻ്റെ കംപ്ലീറ്റ് റേഞ്ചിനെയാണ് പറയുന്നത്. പിന്നെ വേറെ അത് സിംബലൈസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമാനിറ്റി ക്രിയേറ്റ് ചെയ്തതിൻ്റെ ആ ബിഗിനിങ് ഉണ്ടല്ലോ, അതിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു എൻഡ് പോയിന്റിനെയാണ് നമ്മൾ ഡയാപേസൺ എന്ന് പറയുന്നത്. ഓക്കെ, നേച്ചറിൻ്റെ ഹാർമണിയുടെ ഫൈനസ്റ്റ് നോട്ടെന്നും നമുക്ക് പറയാൻ സാധിക്കും. ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്, ദ ഡയാപേസൺ ക്ലോസിംഗ് ഫുൾ ഇൻ മാൻ എന്ന് വെച്ചാൽ എന്താണ്? ഡയാപേസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നാണ് വരുന്നത്. അപ്പോൾ ഡയാപേസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് റേഞ്ച് ഓഫ് മ്യൂസിക്കൽ ടോൺസ്, അല്ലെങ്കിൽ എന്താ പറയുന്നത്? കൾമിനേഷൻ ഓഫ് ക്രിയേഷൻ ഇൻ ഹ്യൂമാനിറ്റി, അല്ലെങ്കിൽ എന്താണ്? നേച്ചറിൻ്റെ ഹാർമണിയിലെ ഫൈനസ്റ്റ് നോട്ട്, ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള മ്യൂസിക്കൽ നോട്ട്. ഇനി മാർലോ എങ്ങനെയാണ് സ്ത്രീകളെ പ്രസന്റ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. മാർലോ സ്ത്രീകളെ പ്രസന്റ് ചെയ്തിരിക്കുന്നത് ഒബ്ജക്ട്സ് ഓഫ് ബ്യൂട്ടി ആൻഡ് ഡിസയർ ആയിട്ടാണ്. പക്ഷേ മെയിൽ ക്യാരക്ടേഴ്സിനെ എങ്ങനെയാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ മെയിൽ ക്യാരക്ടേഴ്സ് എങ്ങനെയാണ് സ്ത്രീകളെ കൺസിഡർ ചെയ്യുന്നത്? ത്രെട്ട് അല്ലെങ്കിൽ ഒരു സോഴ്സ് ഓഫ് ബിട്രയൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, തോമസ് ഗ്രേയുടെ എലിജി ഉണ്ടല്ലോ, അപ്പോൾ ആ തോമസ് ഗ്രേയുടെ എലിജിക്കകത്ത് മിൽട്ടൻ്റെ റെഫറൻസ് എങ്ങനെയാണ് വരുന്നത്? മിൽട്ടൻ്റെ റെഫറൻസ് തോമസ് ഗ്രേയുടെ എലിജിക്കകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു വില്ലേജ് ഏരിയയിലുള്ള ഒരു ഗ്രേവിയാർഡ് ആണല്ലോ കാണിക്കുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് ഫേമസ് ആയേക്കാവുന്ന പാവപ്പെട്ട കുറേ ആളുകൾ അവിടെ മരിച്ചു കിടക്കുക, ആ ഗ്രേവിയാർഡിൽ കിടക്കുകയാണ് അല്ലേ. സോ അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ, ഒരു ജീനിയസ് ആവേണ്ട ഒരാൾ, മിൽട്ടനെ പോലെ ജീനിയസ് ആവേണ്ട ആളുകളൊക്കെയാണ് ഇപ്പോൾ ഈ ഒബ്സ്ക്യൂരിറ്റിയിൽ ലോസ്റ്റ് ആയി കിടക്കുന്നത്. അപ്പോൾ അവർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുത്തിരുന്നെങ്കിൽ അവരെന്തായാലും ഷൈൻ ചെയ്തേനെ, അവരുടെ അൺറിയലൈസ്ഡ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ നമുക്കൊരിക്കലും നഷ്ടപ്പെടത്തില്ലായിരുന്നു എന്ന് പറയുവാണ്. അപ്പോൾ ആ ആളുകളെയാണ് മിൽട്ടനുമായിട്ട് കമ്പയർ ചെയ്യുന്ന, ആളുകളുടെ ആ ഒരു ജീനിയസ് നേച്ചർ. സർ റോജർ ഡി കവേർലി എന്തുകൊണ്ടാണ് അൺമാരിഡ് ആയിട്ട് നിൽക്കുന്നത്? ബിക്കോസ് ഹി ലവ്ഡ് എ വുമൺ. പക്ഷേ ആ സ്ത്രീ അയാളെ തിരിച്ച് ലവ് ചെയ്തില്ല, ഒരു അൺറിക്വൈറ്റഡ് ലവ് ആയിരുന്നു. പക്ഷെ അയാൾ എന്താണ്, അൺഫുൾഫിൽഡ് അഫെക്ഷൻ ആയിട്ട് പോലും അയാൾ അവരെ സ്നേഹിച്ച് ഫെയ്ത്ത്ഫുൾ ആയിട്ട് നിന്നു. പിന്നെ ദ ലാമ്പ് എന്നുള്ളതിനകത്ത് പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ഫിഗർ ഓഫ് സ്പീച്ച് ഏതാണ്? അപ്പോസ്ട്രഫിയാണ്. ബിക്കോസ് സ്പീക്കർ ഡയറക്റ്റ് ആയിട്ട് ലാമ്പിനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. ആൻഡ് ലാമ്പ് എന്തിൻ്റെ സിമ്പിളാണ്? ജീസസ് ക്രൈസ്റ്റിൻ്റെയും ഇന്നസെൻസിൻ്റെയും സിമ്പിളാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ക്രിയോൾ ബോയ് ഉണ്ടല്ലോ, അതിനകത്ത് ആ ക്രിയോൾ ബോയുടെ വിഷ് എന്തായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്രിയോൾ ബോയ് ഹോംലാൻഡിലോട്ട് റിട്ടേൺ ചെയ്യാനും, ബിക്കോസ് ഹോംലാൻഡിൽ ഹി വാസ് വൺസ് ഹാപ്പി ആൻഡ് ഫ്രീ, ആൻഡ് ഇപ്പോൾ ഹി വാസ് അവേ ഫ്രം ദ ക്രൂവൽറ്റി. അതായത് ഹോംലാൻഡിലായിരുന്ന സമയത്ത് ഹി വാസ് അവേ ഫ്രം ദ ക്രൂവൽറ്റി, ആൻഡ് പക്ഷേ ഇപ്പോൾ കൊളോണിയൽ എൻവയോൺമെൻറ്റിലെ സഫറിങ്ങിൽ ആ കുട്ടി കിടന്ന് പാടുപെടുകയാണ് ചെയ്യുന്നത്. പിന്നെ മിസ്സസ് ബെനറ്റിൻ്റെ ഗ്രേറ്റസ്റ്റ് ഡിസയർ എന്തായിരുന്നു ലൈഫിൽ? മിസ്സസ് ബെനറ്റിൻ്റെ ഗ്രേറ്റസ്റ്റ് ഡിസയർ എന്ന് പറയുന്നത് ടു സീ ഓൾ ഹർ ഡോട്ടേഴ്സ് വെൽ മാരീഡ്, അതായത് പ്രിഫറബിളി ടു വെൽത്തി മെൻ.
അവർക്ക് സോഷ്യൽ ആൻഡ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി കിട്ടാൻ വേണ്ടിയായിരുന്നു പറയുന്നത്. മൈ ലാസ്റ്റ് ഡച്ചസിനകത്ത് ഡ്യൂക്ക് എന്താണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഡ്യൂക്ക് ആരോടാണ് സംസാരിക്കുന്നത്? ഡ്യൂക്ക് ഒരു മെസ്സഞ്ചർ അടുത്താണ് സംസാരിക്കുന്നത് ഫ്രം എ നോബൽ ഫാമിലി. അയാൾ ആ മെസ്സഞ്ചർ ന്യൂ മാരേജ് പ്രപ്പോസലുമായിട്ട് ഡ്യൂക്കിനെ അപ്രോച്ച് ചെയ്യുവാണ്. അപ്പോൾ അയാളുടെ അടുത്താണ് ഇതൊക്കെ സംസാരിക്കുന്നത് മൈ ലാസ്റ്റ് ഡച്ചസ് എന്നുള്ള പോയത്തിനകത്ത്. പിന്നെ ആൻ ബ്രോണ്ടിയെ കുറിച്ച് പറയുന്നത് വെച്ചാൽ ആൻ ബ്രോണ്ടി ബ്രോണ്ടെ സിസ്റ്റേഴ്സിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സിസ്റ്റർ, ഒരു റൈറ്റർ ആയിരുന്നു, ഇംഗ്ലീഷ് നോവലിസ്റ്റ് ആൻഡ് പോയറ്റ് ആണ്. ബെസ്റ്റ് നോൺ ഫോർ ദി വർക്ക് എന്ന് പറയുന്നത് ആൻ ബ്രോണ്ടിൻ്റെ ദ ടെനന്റ് ഓഫ് വൈൽഡ് ഫെൽ ഹാൾ. പിന്നെ ലോറ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ ഡിഡ് ലോറ പേ ഫോർ ദ ഫ്രൂട്ട് സോൾഡ് ബൈ ദ ഗോബ്ലിൻസ്, നമ്മുടെ ഗോബ്ലിൻ മാർക്കറ്റിനകത്ത്. ലോറ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ ഗോൾഡൻ ഹെയർ കട്ട് ചെയ്ത് കൊടുത്തിട്ട് അവളുടെ കണ്ണീരും കൊടുത്തു. എന്നിട്ടാണ് ഗോബ്ലിൻ്റെ അടുത്ത് അവർ ആ ഗോബ്ലിന് പേയ്മെൻ്റ് ആയിട്ട് കൊടുത്ത ഇതാണ്, അതായത് അവളുടെ പേഴ്സണൽ സാക്രിഫൈസും ആ ടെംപ്റ്റേഷൻ്റെ കോസ്റ്റുമാണ് അവൾ അങ്ങനെ കൊടുക്കേണ്ടി വന്നത്. ഓക്കെ, അവളുടെ ഹെയറും പിന്നെ കണ്ണുനീരും, ഒരു ടിയറും. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡ്യൂറിങ് വിച്ച് പാർട്ട് ഓഫ് ദ ഡേ ഡസ് വൺ എൻജോയ് ദ ബെസ്റ്റ് ബെനിഫിറ്റ്സ് ഓഫ് എ വാക്കിംഗ് ടൂർ. അപ്പോൾ ഏർലി മോർണിംഗ് അവേഴ്സ് ആയിരിക്കും കൂടുതൽ നല്ലത്. ഫൈൻഡിങ് പീസ് ആൻഡ് ക്ലാരിറ്റി ഇൻ ദ സോളിറ്റ്യൂഡ് ആൻഡ് ഫ്രഷ് അറ്റ്മോസ്ഫിയർ ഓഫ് മോർണിംഗ്. പിന്നെ ടെയിൽ ഓഫ് ടു സിറ്റീസിനകത്ത് ബുക്സിനെ അതിലൊരു ബുക്ക് ടൈറ്റിൽ ചെയ്ത് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ബുക്കിൻ്റെ ടൈറ്റിൽസ് ഏതൊക്കെയാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. ടൈറ്റിൽസ് വരുന്നത് റീകോൾഡ് ടു ലൈഫ് ഉണ്ട്, ദ ഗോൾഡൻ ത്രെഡ് ഉണ്ട്, ദ ട്രാക്ക് ഓഫ് എ സ്റ്റോം ഉണ്ട്. ഈ മൂന്നും റിഫ്ലക്റ്റ് ചെയ്യുന്നത് റിസറക്ഷൻ, കണക്ഷൻ ആൻഡ് ഫ്രഞ്ച് റെവല്യൂഷൻ്റെ ആ ഒരു ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ടർബുലൻസ് അതിനെയാണ് കാണിക്കുന്നത്. ഈ കോമഡി ഓഫ് മാനേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഈ അപ്പർ ക്ലാസ് പീപ്പിളിൻ്റെ ബിഹേവിയറിനെ സറ്ററൈസ് ചെയ്തുകൊണ്ട് ഇറങ്ങിയ പ്ലേസിനെയാണ് കോമഡി ഓഫ് മാനേഴ്സ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി തീമായിട്ട് വരുന്നത് ലവ് ആൻഡ് മാരേജ് ആയിരിക്കും, വിറ്റി ഡയലോഗ്സ് ആയിരിക്കും, സ്റ്റോക്ക് ക്യാരക്ടേഴ്സ് ആയിരിക്കും. അവർ ഭയങ്കര പോമ്പസ് ആയിട്ടുള്ള, ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് ഇച്ചിരി ജാടയുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും. ഈ കോമഡീസ് ഒക്കെ വളരെ ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ സൂപ്പർഫിഷ്യൽ ആയിട്ട് ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ ഹൈ സൊസൈറ്റിയിൽ, റിച്ച് ആയിട്ടുള്ള ആളുകൾ, അവരെ കളിയാക്കിക്കൊണ്ടുള്ള കോമഡീസ് ആണ്. ഈ പ്ലേസ് എല്ലാം ഓഫൺ സെറ്റ് ചെയ്തിരിക്കുന്ന അർബൻ ലൊക്കേഷനിലായിരിക്കും. റൊമാൻറ്റിക് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ആയിരിക്കും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ക്യാരക്ടേഴ്സ് വളരെ പോളിഷ്ഡ് ആൻഡ് ക്ലവർ ലാംഗ്വേജ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഓഫൺ അവർക്ക് ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ പേഴ്സണൽ അഡ്വാൻറ്റേജിന് വേണ്ടി അവർ മാനിപ്പുലേറ്റ് ചെയ്യും. ആൻഡ് ഈ ടോൺ എന്ന് പറയുന്നത് ലൈറ്റ് ആൻഡ് ഹ്യൂമറസ് ആണ്. റെസ്റ്റോറേഷൻ പ്ലേ റൈറ്റ്സ് ആയിട്ടുള്ള കോൺഗ്രീവും ഷെറിഡനും ഒക്കെ ഈ ഒരു ജോണറിനെ എക്സംപ്ലിഫൈ ചെയ്തിട്ടുള്ളതാണ്. ആൻഡ് ഇതിനകത്ത് സ്ത്രീകളെന്ന് പറയുന്നത് വളരെ ബോൾഡ് ആൻഡ് ഷാർപ്പ് ടങ്ഡ് ആണ് കേട്ടോ. ആൻഡ് ഐറണിയിലും സറ്റേറിലുമാണ് ഇങ്ങനെയുള്ള പ്ലേസ് ഒക്കെ എക്സിസ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് റെസ്റ്റോറേഷൻ പോയട്രി ആണ്. അത് ക്ലാസിക്കൽ ഫോംസ് ആയിരിക്കും ഇതിനകത്തുള്ളത്. റാഷണൽ തീംസ് ഉണ്ട്, ഷാർപ്പ് വിറ്റ് ഉണ്ട്, ഹീറോയിക് കപ്ലറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. നിയോ ക്ലാസിക്കൽ ഐഡിയൽസ് അല്ലെങ്കിൽ റൂൾസ് ആണ് ഫോളോ ചെയ്യുന്നത്. ഡ്രൈഡൻ ഉണ്ട്. ഡ്രൈഡൻ ക്ലാരിറ്റി, ലോജിക്കൽ ഡെക്കോറമാണ് ഫോക്കസ് ചെയ്യുന്നത്. പോയട്രിക്കകത്ത്, റെസ്റ്റോറേഷൻ പോയട്രിക്കകത്ത് പൊളിറ്റിക്സ്, ലവ് ആൻഡ് സൊസൈറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്. സറ്റയർ ആയിരുന്നു ഒരു ഡോമിനന്റ് മോഡ്. പോയറ്റ്സ് റീസണിനായിരുന്നു അല്ലെങ്കിൽ ഇൻ്റലിജൻസിനായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. ലവ് പോയട്രിക്കകത്ത് ഓഫൺ സിനിസിസം അല്ലെങ്കിൽ ക്ലവർനെസ് ആയിരുന്നു കണ്ടെയ്ൻ ചെയ്തിരുന്നത്. നേച്ചർ എന്ന് പറയുന്നത് എന്താണ്, ഒരു കൺട്രോൾ അല്ലെങ്കിൽ ഓർഡറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു എലിമെൻ്റ് ആയിരുന്നു. ഇതാണ് റെസ്റ്റോറേഷൻ പോയട്രി. അപ്പോൾ ഇൻ്റലക്റ്റും ഫോമിനുമായിരുന്നു ഇത് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. ഇനി മേജർ ട്രാൻസിഷണൽ പോയിന്റ്സ് ആരൊക്കെയായിരുന്നു? തോമസ് ഗ്രേ, വില്യം കോളിൻസും ജെയിംസ് തോംസണും. നിയോ ക്ലാസിക്കൽ സ്റ്റൈലിനെ ബ്രിഡ്ജ് ചെയ്തിട്ട് റൊമാൻറ്റിസിസത്തിൻ്റെ ഇമോഷണൽ ഡെപ്തിനെ അവർ കൊണ്ടുവന്നിരുന്നു. ഈ പോയറ്റ്സ് ഒരു ഫോമൽ പോയറ്റിക് സ്ട്രക്ചേഴ്സ് ആയിരുന്നു കൊണ്ടുവന്നിരുന്നത്. ഇൻട്രോസ്പെക്ഷൻ അല്ലെങ്കിൽ നാച്ചുറൽ ഇമേജറിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. തോമസ് ഗ്രേയുടെ എലിജി ക്ലാസിക്കലിൻ്റെയും മെഡീവൽ റിഫ്ലക്ഷൻ്റെ ഒക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോമാണ്. ഡെത്ത്, സോളിറ്റ്യൂഡ് ആൻഡ് ഇമാജിനേഷനാണ് ഇവർക്ക് ഇവരുടെ ഈ പോംസിനകത്ത് ഉള്ളത്. നേച്ചർ ശരിക്കും പറഞ്ഞാൽ പേഴ്സണൽ ഇമോഷൻ എക്സ്പ്രസ് ചെയ്യാനൊരു മീഡിയമായിട്ട് മാറുന്നു. ആൻഡ് സറ്റയറിൽ നിന്നും സോഷ്യൽ കമൻട്രിയിൽ നിന്നും ഇവർ വ്യതിചലിച്ചായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. വളരെ, അതായത് മെലങ്കളി, സാഡ് ടോണായിരുന്നു ഇവരുടെ പോയത്തിൻ്റെ പ്രത്യേകതകൾ. പിന്നെ അതുകൊണ്ടാണ് ഇവരുടെ വർക്ക്സിന്, അതായത് ഈ റൊമാൻറ്റിക് പോയറ്റ്സ് ആയിട്ടുള്ള വേർഡ്സ്വർത്തിനൊക്കെ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് കൊടുത്തത് ഇവരുടെ വർക്ക്സ് ആയിരുന്നു. അതുകൊണ്ടാണ് ഇവരെ ട്രാൻസിഷണൽ പോയറ്റ്സ് എന്ന് പറയുന്നത്. ലിറിക്കൽ ബാലഡ്സ് വേർഡ്സ്വർത്തും കോളറിജും കൂടിയാണ് കൊണ്ടുവന്നത് ഈ 1798. സിമ്പിൾ ലാംഗ്വേജിലായിരുന്നു എഴുതിയിരുന്നത്. ഇവരുടെ സബ്ജക്ട്സ് അല്ലെങ്കിൽ ഡെയിലി പീപ്പിൾ മനസ്സിലാവുന്ന രീതിയിൽ കോമൺ വേർഡ്സ് യൂസ് ചെയ്ത് ഇമോഷൻ, നേച്ചർ, ഇമാജിനേഷൻ ആൻഡ് കോമൺ പീപ്പിളിനായിരുന്നു ഫോക്കസ് കൂടുതൽ കൊടുത്തിരുന്നത്. വേർഡ്സ്വർത്ത് നാച്ചുറൽ വേൾഡിനെ എക്സ്പ്ലോർ ചെയ്തു. കോളറിഡ്ജ് സൂപ്പർ നാച്ചുറലിസം ആഡ് ചെയ്തു. ഈ പോംസ് എല്ലാം നിയോ ക്ലാസിക്കൽ ആ ഒരു സ്റ്റൈലിൽ നിന്ന് മാറ്റമുള്ളതായിരുന്നു. പിന്നെ ഇതിനൊരു പ്രിഫസ് വന്നു 1800. പിന്നെ 1802 ഇതിനൊരു എഡിഷൻ വന്നിട്ടുണ്ട്. ഒരു എഡിറ്റഡ് ആയിട്ടുള്ളൊരു വർക്ക്. ഒരു എന്താ പറയുക, ഒരു പബ്ലിഷ്ഡ്, ഐ മീൻ 1798 1800 1802. അപ്പോൾ ഈ 3 പ്രാവശ്യമായിട്ടാണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പ്രിഫസ് പിന്നെ ആഡ് ചെയ്തു. അതിനകത്ത് റൊമാൻറ്റിക് വാല്യൂസിനെ കുറിച്ച് പറഞ്ഞു. പോയട്രിയെ കുറച്ചുകൂടി ഡെമോക്രറ്റൈസ് ചെയ്യാൻ പറഞ്ഞു. അതായത് പോയട്രി കുറച്ചുകൂടി ആക്സസിബിൾ ആക്കാൻ പറഞ്ഞു വേർഡ്സ്വർത്ത് ഈ ഓർഡിനറി ആയിട്ടുള്ള ആളുകൾക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്
ഹൗ വാസ് ദ ക്രിയോൾ ബോയ് ട്രീറ്റഡ് ബൈ ദി മിസ്ട്രസ്. ഈ ക്രിയോൾ ബോയ് ശരിക്കും പറഞ്ഞാൽ ഈ പോയത്തിനകത്ത് ക്രൂവൽറ്റി ഇൻജസ്റ്റിസും ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ട് വൈറ്റ് മിസ്ട്രസിൻ്റെ അടുത്തുനിന്ന്. ഹാർഷായിട്ട് പണിഷ് ചെയ്യുന്നുണ്ട് ചെറിയ തെറ്റുകൾക്ക് പോലും. ആൻഡ് ഒരു പ്രോപ്പർട്ടി പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, നോട്ട് ആസ് എ പേഴ്സൺ. ഫ്രീഡം ലോങ് ചെയ്യുന്നുണ്ട് ഈ ആൺകുട്ടി. ഹോംലാൻഡിലോട്ട് തിരിച്ചു പോകണമെന്നുണ്ട്. പക്ഷേ കൈൻഡ്നെസ്സും എഡ്യൂക്കേഷൻ ഐഡൻറ്റിറ്റി ഒന്നും കിട്ടുന്നില്ല. ഈ മിസ്ട്രസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഡോമിനേഷനെയും വയലൻസിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ കുട്ടിയുടെ പേഴ്സണൽ സ്റ്റോറി എന്ന് പറയുന്നത് ആ ലാർജർ ഹിസ്റ്റോറിക്കൽ സഫറിങ്ങിൻ്റെ ഒരു മെയിൻ എക്സാമ്പിളാണ് കേട്ടോ. സ്ലേവറിയെയും റേഷ്യൽ ഡിസ്ക്രിമിനേഷനെയും ഈ പോയം ക്രിട്ടിസൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കോളനൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഈ ആൺകുട്ടി. സോ ഈ ആൺകുട്ടിയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് കോളനൈസ്ഡ് ആയിട്ടുള്ള എല്ലാവർക്കും വേണ്ടി സംസാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഡ് ഹി ഹൂ മെയ്ഡ് ദ ലാംപ് മേക്ക് ദി. എക്സ്പ്ലെയിൻ ചെയ്യുക. അത് ടൈഗർ എന്നുള്ള പോയത്തിനകത്ത് നിന്നാണ് ഇത് എടുത്തിട്ടുള്ളത്. അതായത് ലാമ്പിനെ ഉണ്ടാക്കിയ നീ തന്നെയാണ് ഈ ടൈഗറിനെ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ദൈവത്തിനോട് പോയിട്ട് ചോദിക്കുവാണ്. അതായത് ഡിവൈൻ ക്രിയേഷൻ്റെ നേച്ചറിനെ ക്വസ്റ്റ്യൻ ചെയ്യുവാണ്. ലാമ്പ് എന്ന് വെച്ചാൽ വളരെ ഇന്നസെൻ്റ് ആണ്, പക്ഷേ ടൈഗർ എന്ന് പറഞ്ഞാൽ വളരെ ഫിയേഴ്സ് ആൻഡ് കണ്ണിങ് ആണ്, ക്രൂവലാണ്. അപ്പോൾ ഈ ലാമ്പിനെ ഉണ്ടാക്കിയ ആൾ തന്നെയാണോ ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു ഒരു വളരെ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ആനിമൽ, ഒരു ക്രീച്ചറിനെ ക്രിയേറ്റ് ചെയ്തതെന്ന് ചോദിക്കുവാണ്. ഇതൊരു റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഗോഡിൻ്റെ ഡുവൽ നേച്ചറിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് വളരെ ഒരു ഇഷ്ടത്തോടു കൂടിയും വളരെ എന്നാൽ ഫിയർഫുൾ ആയിട്ടും ചോദിക്കുവാണ് നമ്മുടെ പോയറ്റ്. അപ്പം പാരഡോക്സ് ആണ് ഇവിടെ പറയുന്നത്. ഗുഡ് ആൻഡ് ഈവിളിൻ്റെ എക്സിസ്റ്റൻസ് ആണ് ഇവിടെ പറയുന്നത്. ഡിവൈൻ മിസ്റ്ററിയെക്കുറിച്ചും ക്രിയേഷനെ കുറിച്ചും ഒക്കെയാണ് പറഞ്ഞു പോയിരിക്കുന്നത്. ടൈഗർ സ്ട്രെങ്ത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഡിസ്ട്രക്റ്റീവ് എനർജിയെ പറയുന്നു. ലാമ്പ് പ്യൂരിറ്റി ആൻഡ് ജെന്റിൽനെസ്സിനെയാണ് പറയുന്നത്. പിന്നെ ബ്രൗണിങ്ങിൻ്റെ മൈ ലാസ്റ്റ് ഡച്ചസിനകത്ത് ഡ്യൂക്ക് ശരിക്കും പറഞ്ഞാൽ അരഗൻറ്റ് ആൻഡ് കൺട്രോളിങ് ആൻഡ് സിനിസ്റ്റർ ആണ്. വളരെ ഇച്ചിരി ഒരു സിനിസ്റ്റർ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അയാളുടെ മരിച്ചുപോയ വൈഫിനെ കുറിച്ച് പറയുന്നത് എന്തോ ഒരു അയാൾ പ്രൊസസ് ചെയ്തിരുന്ന ഒരു ഒബ്ജക്റ്റിനെ കുറിച്ച് പറയുന്നത് പോലെ ആയിരുന്നു. ആ വൈഫ് എല്ലാവരുടെ അടുത്തും കൈൻഡായിട്ട് പെരുമാറിയതും ചിരിച്ചതൊന്നും ഇയാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതെല്ലാം ഡിസപ്രൂവ് ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു നമ്മുടെ ഡ്യൂക്ക്. ആൻഡ് ഓൾസോ ഹി ഓർഡേർഡ് ഹെർ ഡെത്ത് എന്ന് പറയും. അതൊക്കെ അയാൾ വ്യക്തമായിട്ട് ആ ലൈനകത്ത് പറയുന്നുണ്ട്. ജലസി കാരണം ഇയാൾ തന്നെ ഇവരെ കൊന്നതാണെന്നുള്ളത്. ആൻഡ് ദ ഡ്യൂക്ക് എന്താണ് ഒരു മാരേജ് അലയൻസ് കൊണ്ടുവന്ന ഒരു മെസ്സഞ്ചറിൻ്റെ അടുത്താണ് സംസാരിക്കുന്നത്. സോ അയാളുടെ പ്രൈഡും ക്രൂവൽറ്റിയും അതിനകത്ത് പറയുവാണ്. സോ അയാളുടെ ആ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ആ ഒരു നേച്ചറിനെ കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പം ഈ പോർട്രേറ്റ്, അതുപോലെ തന്നെ വൈഫിൻ്റെ പോർട്രേറ്റ് ഹൈഡ് ചെയ്തിട്ടേക്കുവാണ് ഇയാൾ കേർട്ടൻ വെച്ച്. അതും എന്താണ് ഇയാൾ ചൂസ് ചെയ്യും ആരൊക്കെ ഈ പോർട്രേറ്റ് കാണണം എന്നുള്ളത്, ഈവൻ ആഫ്റ്റർ ഹർ ഡെത്ത് അല്ലേ. അതും എന്താണ് ആ ഒരു കൺട്രോളിനെയാണ് കാണിക്കുന്നത്. അയാളുടെ പൊളൈറ്റ് സ്പീച്ചിനകത്ത് എന്തുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു കൈൻഡ് ഓഫ് സിനിസ്റ്റർ എനർജി ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു പേട്രിയാർക്കൽ അതോറിറ്റിയാണ്, പവർ ആൻഡ് ഈഗോയാണ് ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പിന്നെ ഗോബ്ലിൻ മാർക്കറ്റിനകത്ത് സെൻസറി ആൻഡ് സിംബോളിക് ഇമേജറി എത്രമാത്രം ഉണ്ട്. ഗോബ്ലിൻ ഫ്രൂട്ട് എന്ന് പറയുന്നത് തന്നെ വളരെ ലഷ്യസ് ആൻഡ് ടെംപ്റ്റിംഗ് ആണ് അല്ലേ. ഫോർബിഡൻ ഡിസയറിനെയാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആ ഗോബ്ലിൻസിൻ്റെ തന്നെ വളരെ വിയേർഡായിട്ടുള്ള അവരുടെ ആ ഒരു ബോഡി ഷേപ്പ്, അത് ഫിയറിനെയും കറപ്ഷനെയാണ് കാണിക്കുന്നത്. ഈ സിസ്റ്റേഴ്സ് തമ്മിലുള്ള ഇൻട്രാക്ഷൻ സാക്രിഫൈസിനെയും സാൽവേഷനെയാണ് കാണിക്കുന്നത്. ലിസി എന്ന് പറയുന്നത് മോറൽ സ്ട്രെങ്ത്തിനെയും റിഡംഷനെയും കാണിക്കുന്നു. വാട്ടർ ആൻഡ് ഫ്രൂട്ട് ഇമേജറി ടെംപ്റ്റേഷനെയും ക്ലെൻസിങ്ങിനെയും കാണിക്കുന്നു. ആ ഒരു മാജിക്കൽ സെറ്റിംഗ് ശരിക്കും പറഞ്ഞാൽ പോയതിന് ഫാൻറ്റസി എലിമെൻറ്റ്സ് ആഡ് ചെയ്യുന്നു. പിന്നെ ക്രിസ്റ്റീന റോസറ്റി വിക്ടോറിയൻ ജെൻഡർ നോംസിനെയാണ് കളിയാക്കുന്നത്, ക്രിട്ടിസൈസ് ചെയ്യുന്നത് ഈ സിസ്റ്റേഴ്സിൻ്റെ ബോണ്ടിലൂടെ. ഈ പോയത്തിനകത്ത് അലിഗറി, ഫോക്ലോർ, സ്പിരിച്വൽ മെസ്സേജും ഒരു ഫെമിനിസ്റ്റിക് ആയിട്ടുള്ളൊരു മോറൽ ടെയിലും ഇതിനകത്ത് ഉണ്ടൊരു ലാസ്റ്റ് ഒരു ഉപദേശം പോലെയാണ് ഇത് എൻഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിമൻ നോവലിസ്റ്റ് ഓഫ് വിക്ടോറിയൻ ഏജ് എന്തുകൊണ്ടാണ് പെൻ നെയിംസ് യൂസ് ചെയ്തത്. എസ്പെഷ്യലി ഈ ബ്രോണ്ടെ സിസ്റ്റേഴ്സ് പെൻ നെയിം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ഈ പ്രജുഡിസ്, അതായത് സ്ത്രീകളുടെ റിയൽ നെയിം വെച്ച് എഴുതി കഴിഞ്ഞാൽ എന്തായാലും അവരെ അറ്റാക്ക് ചെയ്യും ഈ മെയിൽ സൊസൈറ്റി എന്ന് ഇവർക്ക് മനസ്സിലായി. അതുകൊണ്ട് അവർ ആണുങ്ങളുടെ സൂഡോണിം അല്ലെങ്കിൽ ആണുങ്ങളുടെ അല്ല പിന്നെന്താണ് വേറെ പേരിലായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. സോ മെയിൽ സ്യൂഡോണിംസിനകത്ത് എഴുതിയാലും അവരുടെ വർക്ക് ചിലപ്പോൾ സീരിയസ് ആയിട്ട് എടുത്തിരിക്കും. അതുകൊണ്ട് അത് ആളുകൾ വായിക്കും എന്ന് വിചാരിച്ച് കുറേ പേര് മെയിൽ സ്യൂഡോണിംസ് വെച്ചിട്ട് എഴുതിയിട്ടുണ്ട്. വിമൻ റൈറ്റേഴ്സിനെ ശരിക്കും പറഞ്ഞാൽ ഇമോഷണൽ ആയിട്ട് അല്ലെങ്കിൽ അവരുടെ റൈറ്റേഴ്സ് എല്ലാം വളരെ സില്ലി ആയിട്ടായിരുന്നു ഇവർ പേട്രിയാർക്കൽ സൊസൈറ്റി കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത്. സോ അവരുടെ ഇൻ ഓർഡർ ടു ടേക്ക് ദിയർ വർക്ക് സീരിയസ്ലി ദി ആക്ച്വലി യൂസ്ഡ് സ്യൂഡോണിംസ് അല്ലെങ്കിൽ മെയിൽ സ്യൂഡോണിംസ് യൂസ് ചെയ്തിരുന്നു. പെൻ നെയിംസ് അവർക്ക് അനോണിമിറ്റി അല്ലെങ്കിൽ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ കൊടുത്തിരുന്നു. ബിക്കോസ് ലിറ്ററി മാർക്കറ്റ് എന്ന് പറയുന്ന മെയിൽ ഓതേഴ്സിന് മാത്രമുള്ളൊരു സ്പേസ് ആയിരുന്നു. ഷാർലറ്റ് ബ്രോണ്ടെ അതുകൊണ്ട് കറർ ബെൽ എന്നായിട്ട് മാറ്റി അവരുടെ പേര്. ആൻ ബ്രോണ്ടെ ആക്ടൺ ബെൽ എന്നാക്കി മാറ്റി. അപ്പം എന്നിട്ട് ഇവർ ബോൾഡ് തീംസ് ഒക്കെ എഴുതാൻ തുടങ്ങി. മാരേജിനെ കുറിച്ച്, ലവിനെ കുറിച്ച്, സെക്സിനെ കുറിച്ചൊക്കെ എഴുതാൻ തുടങ്ങി. പെൻ നെയിംസ് ശരിക്കും പറഞ്ഞാൽ പേട്രിയാർക്കെതിരെയുള്ളൊരു റെസിസ്റ്റൻസ് ആയിരുന്നു. അവർക്ക് ഈ സ്ത്രീ റൈറ്റേഴ്സിന് ലിറ്ററി സ്പേസിലോട്ട് കയറാൻ പറ്റിയൊരു ഉപാധിയായിരുന്നു പെൻ നെയിംസ് എന്ന് പറയുന്നത്.
നെക്സ്റ്റ് നിയോ ക്ലാസിക്കൽ ആൻഡ് റൊമാൻറ്റിക് പോയട്രിയുടെ ഡിഫറൻസ്. നിയോ ക്ലാസിക്കൽ ആൻഡ് റൊമാൻറ്റിക് പോയട്രി, നിയോ ക്ലാസിസം എന്ന് വെച്ചാൽ റോം ആൻഡ് ഗ്രീസിലുള്ള വാല്യൂസ്, ഓർഡർ, ലോജിക്കൽ, ഡെക്കോറം ഇതൊക്കെ ഇൻസ്പയർ ആയിക്കൊണ്ട് എഴുതുന്നതാണ് നിയോ ക്ലാസിക്കൽ റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഹീറോയിക് കപ്ലറ്റും സറ്റയറും റീസണും ഒക്കെ ആയിരുന്നു ഇവർ യൂസ് ചെയ്തിരുന്നത്. റൊമാൻറ്റിസിസം എന്ന് വെച്ചാൽ ഇതിനെതിരെ റിയാക്ഷനായിട്ട് വന്നതാണ്. അത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് ഇമോഷൻ, നേച്ചർ, ഇൻഡിവിജ്വലിസത്തിനൊക്കെയാണ്. റൊമാൻറ്റിക് പോയിറ്റ്സ് വേർഡ്സ്വർത്ത്, ഷെല്ലി ആയിരുന്നു. അവർ വളരെ എക്സ്പ്രസീവായിട്ടും സിമ്പിൾ ലാംഗ്വേജിലുമായിരുന്നു എഴുതിയിരുന്നത്. നിയോ ക്ലാസിസം സോഷ്യൽ ഓർഡറിനെയൊക്കെയാണ് സെലിബ്രേറ്റ് ചെയ്തത്. റൊമാൻറ്റിസിസം പേഴ്സണൽ ഫ്രീഡത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. നിയോ ക്ലാസിക്കൽ പോയിട്രി പബ്ലിക് ലൈഫിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ റൊമാൻറ്റിക് പോയിട്രി സെൽഫിനെയാണ്, ഒരാളുടെ ഇൻഡിവിജ്വാലിറ്റിയാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. റൊമാൻറ്റിക്സ് നേച്ചറിനെ സ്പിരിച്വലായിട്ട് കൺസിഡർ ചെയ്തു. നിയോ ക്ലാസിസ്റ്റ് നേച്ചറിനെ ഓർഡർ അല്ലെങ്കിൽ കൺട്രോളിൻ്റെ രൂപത്തിലാണ് കൺസിഡർ ചെയ്തിരുന്നത്. റൊമാൻറ്റിസിസം സ്പോണ്ടേനിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു. മറ്റേവർ ഫോർമാലിറ്റിക്ക് അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. പിന്നെ തോമസ് ഗ്രേയുടെ എലിജി റിട്ടേണിനെ കൺട്രി ചേർച്ചയാണെന്നുള്ളത് ഡെത്തിനെക്കുറിച്ചും അൺനോൺ റൂറൽ പുവറിനെ കുറിച്ചുള്ളൊരു മെഡിറ്റേറ്റീവ് റിഫ്ലക്ഷനാണ്. അതായത് പോം ശരിക്കും പറഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യനാണിത്. അറിയാതെ, അതായത് ജീവിച്ച് വേൾഡ് അറിയാതെ മരിച്ചുപോയ ആളുകളെക്കുറിച്ചുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു പോം എന്ന് പറയുന്നത്. ഫെയിം അല്ലാതെ അല്ലെങ്കിൽ ഫെയിം കിട്ടാതെ മരിച്ചുപോയ കുറേ ആളുകൾ, സാധാരണ ആയിട്ടുള്ള ആളുകൾ. ഗ്രേ വളരെ സലം ആൻഡ് റിതമിക് സ്റ്റൈലാണ് എഴുതി പോയേക്കുന്നത്. അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ ഇവരുടെയൊക്കെ ഗ്രേറ്റ്നെസ് അൺനോട്ടീസ്ഡ് ആയിട്ട് പോയത് ബിക്കോസ് അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാത്തത് കൊണ്ടാണ്, ആപ്റ്റ് ടൈമിലും സിറ്റുവേഷൻസും ഒന്നും ഇല്ലാത്തത് കൊണ്ട്. ഈ എലിജി ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ മരിച്ചുപോയവരുടെ ഡെത്തിനെ മോൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്ലാസിക്കൽ എലഗൻസും ഡീപ്പായിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള ഇൻസൈറ്റിലുമാണ് എഴുതി പോയേക്കുന്നത്. നേച്ചർ ഇതിനകത്ത് ഹ്യൂമൻ സ്റ്റിൽനെസ്സിനെ, ആ ട്രാൻഷ്യൻ്റ്, അതായത് ആ ചേഞ്ചിനെയാണ് പറഞ്ഞു പോയേക്കുന്നത്. പോയം ശരിക്കും പറഞ്ഞ ആളുകൾ റീഡേഴ്സിൻ്റെ അടുത്ത് അവരുടെ അതായത് ഹ്യൂമൻ മോർട്ടാലിറ്റിയെക്കുറിച്ചും മരണത്തിനെക്കുറിച്ചും ഒക്കെ ചിന്തിക്കാൻ വേണ്ടിയുള്ളൊരു ഒരു റിഫ്ലക്ഷനാണ് ഈ ഒരു പോയം എന്ന് പറയുന്നത്. ഒരു റിഫ്ലക്റ്റീവ് പീസാണ്. ഹ്യൂമിലിറ്റിയെക്കുറിച്ചും റിമംബറൻസിനെ കുറിച്ചും അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചുമാണ് ഗ്രേ നമ്മളെ പഠിപ്പിക്കുന്നത്. പിന്നെ റൊമാൻറ്റിക് ഏജിൽ ഫിക്ഷൻ എന്ന് പറയുമ്പോൾ ഇമാജിനേഷൻ, ഇമോഷണൽ ഡെപ്ത്, റിബല്യൻ അഗെയിൻസ്റ്റ് നോംസ് ആയിരുന്നു. ഗോതിക് ഫിക്ഷൻ ആയിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഹൊറർ, മിസ്റ്ററി, സൂപ്പർ നാച്ചുറൽ ഉള്ളത്. എക്സാമ്പിൾ മേരി ഷെല്ലിയുടെ ഫ്രാങ്കൻസ്റ്റീൻ ഉണ്ട്. സയൻസ് പ്ലസ് ഗോതിക് ഹൊറർ ആയിരുന്നു അത്. ജെയിൻ ഓസ്റ്റന് റിയലിസ്റ്റിക് നോവൽസും ഐറണിയും സോഷ്യൽ ക്രിറ്റിസിസം പോലെ നോവൽസ് എഴുതിയിട്ടുണ്ട്. റൊമാൻറ്റിക് ഫിക്ഷൻ എന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസിനും ഇന്നർ കോൺഫ്ലിക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. നേച്ചറിനായിരുന്നു ഇമ്പോർട്ടൻസ്. പിന്നെ ബൈറോണിക് ഹീറോ ഒരു വളരെ ലിറ്ററി ഫിഗറായിട്ട് മാറി. പിന്നെ ഓതേഴ്സ് അതോറിറ്റിയും ട്രഡീഷനെയും ക്വസ്റ്റ്യൻ ചെയ്തു. നോവൽസിനകത്ത് ഫ്രീഡം ആൻഡ് ഐഡൻറ്റിറ്റി ഇമ്പോർട്ടൻസ് കൊണ്ടുവന്നു. പിന്നെ ടെയിൽ ഓഫ് ടു സിറ്റീസ് ആണ്. ചാൾസ് ഡിക്കൻസിൻ്റെയാണ് ടെയിൽ ഓഫ് ടു സിറ്റീസ്. ഒരു ഹിസ്റ്റോറിക്കൽ നോവലായിട്ട് മാറുന്നത് എങ്ങനെയാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഫ്രഞ്ച് റവല്യൂഷൻ്റെ ബിഫോറും ഡ്യൂറിങ്ങിലും ആ ഒരു ടൈമിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ലണ്ടനിലും പാരീസിലും ആ സിറ്റീസിൽ നടക്കുന്ന കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പോയിരിക്കുന്നത്. പീസ് ആൻഡ് ടെർമോയിൽ അല്ലെങ്കിൽ കൺഫ്യൂഷനാണ് പറഞ്ഞു പോയിരിക്കുന്നത്. ഫിക്ഷണൽ ക്യാരക്ടേഴ്സ് പ്ലസ് റിയൽ ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ് ആണ് ഇത് പ്രൊപ്പോർട്രേ ചെയ്യുന്നത്. അപ്പം നോവലിൻ്റെ തീംസിനകത്ത് റിസറക്ഷൻ, സാക്രിഫൈസ്, ജസ്റ്റിസ് ഒക്കെ വരുന്നുണ്ട്. ക്യാരക്ടേഴ്സായിട്ട് സിഡ്നി കാർട്ടൺ വരുന്നുണ്ട്. സിഡ്നി കാർട്ടൺ പേഴ്സണൽ റിഡംഷനെ കാണിക്കുന്നു. റവല്യൂഷനെ ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്നത് വളരെ സിമ്പത്തറ്റിക് ആയിട്ടും വളരെ ഹൊറിഫിക് ആയിട്ടുമാണ്. ഡിക്കൻസ് അരിസ്റ്റോക്രസിയുടെ ക്രൂവൽറ്റിയെക്കുറിച്ചും ആളുകളുടെ സാധാരണപ്പെട്ട മോബിൻ്റെ വയലൻസിനെ കുറിച്ചും പറയുന്നു. അപ്പോൾ റവല്യൂഷണറി ഇവൻറ്റ്സിൻ്റെ വിവിധ ഡിസ്ക്രിപ്ഷൻസ് കാണിക്കുന്നുണ്ട്. ഇതൊരു പൊളിറ്റിക്കൽ ആൻഡ് ഹ്യൂമൻ സ്റ്റോറി ആയിട്ട് അങ്ങനെ ഇത് മാറുന്നു.